ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മലയ്ക്ക് പോകുന്ന ഡ്രസ്സാണ്. മലയ്ക്ക് പോകാനാണ്, ശബരിമലയ്ക്ക്. അപ്പോൾ ഇതാണ് കറുപ്പാണ് തുണി. നമുക്ക് അളവിൽ തന്നിരിക്കുന്ന ഈ ഡ്രസ്സാണ്. ഈ ഉടുപ്പ് പോലെ തന്നെ തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിന്റെ ഈ അടിഭാഗം ഇതിന്റെ അളവെടുത്തിട്ട് അടിഭാഗം ഈ തുണി എന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതിന് എത്ര ഇറക്കമുണ്ടോ അതിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ എടുക്കണം ഈ ഞുറിവിടാനുള്ളത്. ഇതിനിപ്പം 19 ഇഞ്ച് ഇറക്കമുണ്ട്. അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടി 21 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് 2 പീസ് വെട്ടിയെടുക്കണം. അപ്പോൾ തന്നെ ഞാൻ ഈ ഫ്രോക്കിന്റെ അടിഭാഗത്തെ തുണി കട്ട് ചെയ്തെടുത്ത് ഞുറിവിനിടാനുള്ളത്. അപ്പോൾ 4 എണ്ണം വെട്ടിയെടുത്തു. 1 2 3 4 എണ്ണം, അതായത് 2 ഉടുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് അങ്ങോട്ട് മാറ്റിയിടാം. ഇനി നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാം, ഇത് മോൾ ഭാഗത്തെ തുണിയാണ് വെട്ടിയെടുക്കാൻ പോകുന്നത്, അതായത് ബോഡി ഭാഗത്തെ. അപ്പം ഇതിന് എത്ര ഇറക്കമുണ്ടോ, ഈ ബോഡി ഭാഗത്തെ ഇവിടെ എത്ര ഇറക്കമുണ്ടോ അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കണേ. അപ്പം ഇതിന്റെ ഇറക്കം 10 ഈ 10നേക്കാളും 1 ഇഞ്ച് കൂട്ടിയെടുത്ത്, അതായത് മുകളത്തെ തയ്യലിനും 1/2 ഇഞ്ച് മുകളത്തെ തയ്യലിനും താഴത്തെ തയ്യലിനും വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂട്ടിയെടുത്തു. അപ്പൊ 10 10ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 11 എടുത്തു. ഇനി വണ്ണം 15. ഇതിന്റെ വണ്ണം കിട്ടിയിരിക്കുന്നത് 15. അപ്പൊ ഈ വണ്ണം എടുത്തതിനേക്കാളും അപ്പുറത്തോട്ട് 1 ഇഞ്ച് കൂട്ടി ഇപ്പുറത്തോട്ട് 1 ഇഞ്ച് കൂട്ടി, അങ്ങനെ 15 2 17 എടുത്തു. ഇങ്ങനെയാണ് ഞാൻ ഈ അളവെടുത്തിരിക്കുന്നത്, ഈ ഫ്രോക്കിന്റെ അളവെടുത്തിരിക്കുന്നത്. തയ്യലിന് വേണ്ടിയിട്ടാണ് അപ്പുറം ഇപ്പുറം ഓരോ ഇഞ്ച് ഇട്ടിരിക്കുന്നത്. ഇനി ഈ ഇടവണ്ണം ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഇതിലുള്ള ഇടവണ്ണം 12.5 12.5. അപ്പൊ ഞാൻ അപ്പുറം ഇപ്പുറം ഓരോ ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ 14.5 വരും. അപ്പൊ 14.5 വരുവേ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ ഞാന് മുൻവശത്തെ പീസും പുറകിലത്തെ പീസും വെട്ടി കട്ട് ചെയ്തെടുത്തേ. ഇതാണ് മുൻവശത്തെ പീസ്, ഇത് പുറകിലത്തെ പീസ്. അങ്ങനെ ഈ 2 എണ്ണം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പുറകിലത്തെ പീസ്. ഇത് തന്നെ 2 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് തന്നെ ലൈനിങ് ഇടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന 4 മീറ്റർ തുണിയാണ്. ആ 4 മീറ്റർ തുണിയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് 2 പീസ് എടുത്തിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക്, ഇതും 2 പീസ് എടുത്തിട്ടുണ്ട്. കാരണം ഇത് തന്നെ ലൈനിങ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതും എടുത്തിട്ടുണ്ട് 2 പീസ്. ഇതും എടുത്തിട്ടുണ്ട് 2 പീസ്. വേണ്ട 2 പീസ് വീതം ലൈനിങ് ഇട്ട് വെച്ച് അകത്തൂടെ വേറെ തുണി വെക്കേണ്ടി വരത്തില്ലല്ലോ, നമുക്ക് അതേ തന്നെ ലൈനിങ് ഇടാന്. പിന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ ഇത്രയും തുണിയേ ഉള്ളൂ. ഇതേ വേണം നമുക്ക് 4 കൈ, 2 ഉടുപ്പിന് 4 കൈയും പിന്നെ കെട്ടും എടുക്കാനായിട്ട്. കെട്ടിന് ഈ ഭാഗമുണ്ട്, പക്ഷെ 4 കൈക്ക് ഇതുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഈ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ കൈയുടെ കട്ട് ചെയ്തുകൊണ്ട് ഓടി വരാം. ഇവന്റെ പരിപാടി എന്തുവെന്നറിയോ? ഇവൻ രാത്രിയിൽ നമ്മൾ പകൽ ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് കളയാൻ പറഞ്ഞാൽ അവൻ കൊണ്ട് കളയും. രാത്രിയിൽ എന്താ എടുക്കുമെന്നറിയോ? ഇവനെല്ലാം തിരിച്ചു കൊണ്ടുവരും. നമ്മൾ എന്തെല്ലാം വേസ്റ്റ് ഇവനെ കൊണ്ടേ കളയിപ്പിച്ചോ അതെല്ലാം തണ്ട് അവൻ തിരിച്ചു കൊണ്ടുവന്നു പൂ വെതർന്ന പോലെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കണ്ടോ? ഇനിയിപ്പോ കളയാൻ പറയുകയാണെങ്കിൽ കൊണ്ട് കളയും. കണ്ടോ? നമ്മൾ പറയാതെ തന്നെ അങ്ങ് ചെയ്യുക, കൊണ്ട് കളയുക. അപ്പം നമ്മൾ ഇതിന്റെ അടിഭാഗം തയ്ച്ചു കഴിഞ്ഞു, ഈ 2 ഫ്രോക്കിന്റെയും. ഇനി നമുക്ക് ഇതിന്റെ മോൾ ഭാഗം തയ്ച്ചുകൊണ്ട് വരാവേ. അപ്പൊ നമ്മൾ ഇതിന്റെ മോൾ ഭാഗം തയ്ച്ചെടുത്തേ 2 എണ്ണത്തിന്റെ. പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു തയ്യൽ തയ്ക്കുമ്പോഴുണ്ടല്ലോ, ആദ്യം നമ്മൾ ഇങ്ങനെ വരയിട്ടെടുത്തില്ലേ, ഇവിടെ നമ്മൾ വെള്ള ഷോക്കെ കാണിച്ചു തരാം. ഇവിടെ വരയിട്ടില്ലേ, ആ വരയിട്ടതിന്റെ മുകളിൽ കൂടെ ഒരു ഭാഗം തയ്ച്ചതിന് ശേഷമേ നമ്മൾ പിന്നെ രണ്ടാമത് ഇങ്ങനെ എടുത്ത് തയ്ക്കാവുള്ളേ. ഇല്ലെങ്കിൽ നമുക്ക് ഈ വളവ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് ഭാഗം തയ്ച്ചെടുത്തോണ്ട് വരാം. അപ്പൊ തന്നെ നമ്മൾ ഈ ബാക്ക് ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്നാക്കി കൊണ്ടുവരാവേ. ഇവിടെ സിബ് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ജോയിന്റ് ചെയ്ത് ഒന്നാക്കണം ഈ ഭാഗങ്ങളെല്ലാം. അങ്ങനെ ഈ 2 ഫ്രോക്കും തയ്ച്ചെടുത്ത് ഇത് തോർത്താം. ഇതെൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഒരെണ്ണത്തിൻ്റെ. ഇത് ബാക്ക് ഭാഗം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ സിബ് പിടിപ്പിച്ചിട്ടുണ്ട്. സിബിൻ്റെ അവിടെ ഒരു ഹുക്സും പിടിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.